നമുക്കറിയാം, ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ലോൺ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ. RBIയുടെ അംഗീകാരം ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി ആപ്പുകളുണ്ട്. പെട്ടെന്ന് ക്യാഷ് ലഭിക്കും എന്നതാണ് ഈ ആപ്പുകളുടെ പ്രത്യേകത. അതിനാൽ തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുന്നുമുണ്ട്. ആപ്പുകൾ വഴി തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ നിരവധിയാണ്. ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണുകളിൽ നിന്ന് ചിത്രങ്ങളും കോണ്ടാക്ട് വിവരങ്ങളും ചോർത്തുകയും തിരിച്ചടവ് വൈകിയാൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരുമായി ബന്ധപ്പെട്ട് തിരിച്ചടയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്യും. പിന്നീട് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് വരെയാണ് ലോൺ ആപ്പുകളുടെ രീതി. എന്നാൽ അംഗീകൃതമില്ലാത്ത ലോൺ ആപ്പുകൾ ഉപയോഗിച്ച് വായ്പ എടുക്കുന്നതിലൂടെ തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് പരാതി നൽകാൻ പ്രത്യേക വാട്സപ്പ് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. 9497980900 എന്ന നമ്പറിൽ 24 മണിക്കൂറും പോലീസിനെ വാട്സപ്പിലുമായി ബന്ധപ്പെടുത്താവുന്ന നമ്പറാണിത്. ടെക്സ്റ്റ്, ഫോട്ടോ, വീഡിയോ, വോയിസ് എന്നിവയിലൂടെ മാത്രമേ പരാതി നൽകാൻ കഴിയൂ. നേരിട്ട് വിളിച്ച് സംസാരിക്കാനാവില്ല. ആവശ്യമുള്ള പക്ഷം പരാതിക്കാരെ പോലീസ് തിരിച്ചു വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കും. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അനധികൃതമല്ലാത്ത ലോൺ ആപ്പുകൾക്കെതിരെയുള്ള പോലീസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിമാരും പ്രചരണം നടത്തും. ലോൺ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പുകളിൽ ആളുകൾ വ്യാപകമായി ഇരയാകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. കൊച്ചി കടമക്കുടിയിൽ നിജോയും കുടുംബവും ആത്മഹത്യ ചെയ്തതിനു കാരണം ലോൺ ആപ്പുകളിൽ നിന്നും എടുത്ത കടബാധ്യതയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഒരു യുവാവും ആത്മഹത്യ ചെയ്തത് ലോൺ ആപ്പ് കാരണമാണെന്ന് സംശയവും ഉണ്ട്.